ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. 2ാം വാർഷികം ആയിരുന്നു ഇന്നലെ ന്യൂസ് മലയാളത്തിൻ്റെ. ഇന്നു മുതൽ ന്യൂസ് മലയാളം 3ാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലോഞ്ച് ചെയ്ത് 2 വർഷത്തിനകം തന്നെ മലയാളം വാർത്താ ചാനലുകളുടെ മുൻനിരയിൽ സ്ഥിരമായി സ്ഥാനമുറപ്പിച്ച അഭിമാനത്തിലാണ് ന്യൂസ് മലയാളം 2ാം പിറന്നാൾ പൂർത്തിയാക്കി വാർത്തായാത്ര തുടരുന്നത്. ഒപ്പം നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. കൊച്ചിയിലെ ചാനൽ ആസ്ഥാനത്ത് ഇന്നലെ നടന്ന 2ാം വാർഷികാഘോഷങ്ങളുടെ കാഴ്ചകളിലേക്ക് കൂടി. കെട്ടുകാഴ്ചകളും ആക്രോശങ്ങളും ഇല്ലാതെയാണ് 2 വർഷം കൊണ്ട് ന്യൂസ് മലയാളം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയത്. പതിവ് മാധ്യമ കാഴ്ചകളുടെ നടന്നുമെടുത്ത വഴികൾ ഉപേക്ഷിച്ച് ന്യൂസ് മലയാളം പ്രേക്ഷകരെ പുതുവഴിയിലേക്ക് കൈപിടിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ മലയാളക്കര കണ്ട മഹാസംഭവങ്ങളെല്ലാം ന്യൂസ് മലയാളത്തിന്റെ ക്യാമറയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്കെത്തി. 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി നെട്ടൂരിലെ ഹെഡ് ഓഫീസിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. ന്യൂസ് മലയാളം ചെയർമാൻ സകിലൻ പത്മനാഭൻ, MD അബൂബക്കർ സിദ്ദിഖ്, ന്യൂസ് ഡയറക്ടർമാരായ ഇ സനീഷ്, TM ഹർഷൻ, ഡിസ്ട്രിബ്യൂഷൻ വിഭാഗം മേധാവി ശിവപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലോഞ്ച് ചെയ്ത് ആദ്യ വർഷം തന്നെ ന്യൂസ് മലയാളത്തിന് റേറ്റിംഗിൽ മുൻനിരയിലെത്താൻ സാധിച്ചത് അഭിമാനമെന്ന് ചെയർമാൻ സകിലൻ പത്മനാഭൻ. ഇനിയും മുന്നോട്ട് കരുത്തോടെ നീങ്ങുമെന്നും ചെയർമാൻ. എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വിധത്തിൽ നമ്മുടെ ന്യൂസ് മലയാളം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു 5ാം സ്ഥാനത്തിലും ചില സമയത്ത് 4ാം സ്ഥാനത്തിനുമൊക്കെ റേറ്റിംഗിൽ വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ സ്ഥാപനം നന്നായിട്ട് വളരാൻ തീർച്ചയായിട്ട് എത്ര സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങിയാലും സ്ഥിരം നമ്പർ 1 ആയിട്ട് ഈ ചാനൽ വരുന്നവരെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ശ്രമമെടുക്കും, പണിയെടുക്കും. നമ്പർ 1 തമിഴ്നാട്ടിൽ ന്യൂസ് മലയാളം 24/7 എன்ற സ്ഥാപനം ചാനൽ ആ അച്ചീവ്മെൻറ്റ് ടച്ച് ചെയ്യുന്നവരെയും അത് തൊടുന്നവരെയും എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. 2 വർഷം കൊണ്ട് മലയാള വാർത്താ പ്രക്ഷേപണ രംഗത്ത് ന്യൂസ് മലയാളം അതിഗംഭീര മുദ്ര പതിപ്പിച്ചെന്ന് ന്യൂസ് ഡയറക്ടർ ഇ സനീഷ്. ജനങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഐക്യത്തിന്റെ ഫലമാണ് ഈ വിജയം. ഇവിടെ 10-30 വർഷക്കാലത്തെ വലിയ ലെഗസിയുള്ള സ്ഥാപനങ്ങൾക്കിടയിൽ 2 വർഷം കൊണ്ട് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള മുദ്ര നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ഈ 2 വർഷത്തെ മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഒറ്റ ടീമായിട്ട് നിന്നിട്ട് ഭയങ്കര ഐക്യത്തോട് കൂടിയിട്ട് അടിപൊളി ഗംഭീരമായിട്ട് നമ്മളെല്ലാവരും അവരുടെ 100% വർക്ക് ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു ഫലമാണ് നമ്മളിത്ര ഗംഭീരമായിട്ട് ഉള്ളൊരു സ്പേസിലേക്ക് നമ്മൾ എത്തിയത്. മാധ്യമലോകത്ത് ന്യൂസ് മലയാളത്തെ അസലായി അടയാളപ്പെടുത്തിയ അഭിമാനത്തോടെയാണ് 3ാം വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതെന്ന് ന്യൂസ് ഡയറക്ടർ TM ഹർഷൻ. 2 വർഷം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ, മലയാളം ന്യൂസ് ചാനൽ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ 2 വർഷം കൊണ്ട് ഇങ്ങനെ മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ചാനലും പുതിയ കാലത്തില്ല. ഞാനത് എല്ലാ തവണയും നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും ആവർത്തിച്ച് പറയും. നമ്മൾ നന്നായി നമ്മളെ അടയാളപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ അഭിമാന ബോധത്തോടെ തന്നെയാണ് നമ്മൾ 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ അഭിമാനത്തോടെ തന്നെയാണ് നമ്മൾ 3ാം വർഷം ഈ ചാനലിനെ 1ാമത് എത്തിക്കാൻ ശ്രമിക്കേണ്ടത്, 2ാമതെങ്കിലും നമ്മൾ എത്തേണ്ടത്. MD അബൂബക്കർ സിദ്ദിഖും എല്ലാ ജീവനക്കാർക്കും പ്രേക്ഷകർക്കും ആശംസകൾ അറിയിച്ചു. നല്ല മൂവ്മെൻ്റ് ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്കൊന്നിച്ച് നീങ്ങാം. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൻഡിംഗ് പേജുകളടക്കം ഒരു കുറുക്കുവഴികളും തേടാതെയാണ് ന്യൂസ് മലയാളം ആദ്യ നിരയിൽ സ്ഥിരമായി നിലനിൽക്കുന്നത്.
ഉള്ളടക്കം മാത്രമാണ് അടിസ്ഥാനമെങ്കിൽ റേറ്റിംഗ് ചാർട്ടിൽ ഇനിയും ഏറെ മുന്നിലാകും ന്യൂസ് മലയാളം എന്ന് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ശിവപ്രസാദ് പറഞ്ഞു. കണ്ടന്റ് മാത്രമാണ് കൺസിഡറേഷൻ എങ്കിൽ റേറ്റിംഗിൽ നമ്മൾ ഇതിനേക്കാൾ മുന്നിൽ പോകുമായിരുന്നു എന്ന് തീർച്ചയായിട്ടും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ നമ്മുടെ പൊസിഷൻ കാത്തു സൂക്ഷിക്കുന്നു. അത് നിങ്ങളുടെ കൂട്ടായ്മയാണ്, നിങ്ങളുടെ ഡെഡിക്കേഷനാണ്. അത് ഇനിയും തുടരണം. വിവിധ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാർ വാർഷികാശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശേഷം ന്യൂസ് മലയാളം ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചൂടിടാ ചൂടിടാ എങ്ക പക്കം ചൂടിടാ. ന്യൂസ് ഡെസ്ക്, ടീം ന്യൂസ് മലയാളം.